കുവൈത്തിൽ ഇറാന്റെ ആക്രമണ ഭീഷണി തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ഡ്രോണുകളും മിസൈലുകളും ആകാശത്തിൽ വെച്ച് തന്നെ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനവാസ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 11 മരിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സന്ദർശക വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സലീം കോട്ടയിൽ വിശദാംശങ്ങൾ നൽകും. സലീം, ഇന്നീ 5ാം നാളിൽ പിന്നിട്ടൊരു പകലിൽ എന്താണ് കുവൈത്തിൽ സംഭവിച്ചത്? അവിടെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷാഭാവം അല്ലെങ്കിൽ ആശ്വാസകരമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം പുതിയ വിവരങ്ങൾ? സൈഫു, ഇന്ന് പുലർച്ചെയോടെ ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് കുവൈത്ത് ഉണർന്നത്. 11 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീടിന് മുകളിൽ പതിച്ച് ക്യാപിറ്റൽ ഗവർണറിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കുട്ടിയുടെ ഉമ്മ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിരവധി ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇന്ന് കുവൈത്തിലെത്തിയത്. എന്നാൽ അവയെല്ലാം വിജയകരമായി പ്രതിരോധിച്ചതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും രാജ്യത്ത് ദീർഘനേരമാണ് അപായ സൈറൻ മുഴങ്ങിയത്. അതിനിടെ മിസൈൽ അവശിഷ്ടങ്ങളോ സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം അവശിഷ്ടങ്ങൾ കണ്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ ഉടൻ അറിയിക്കണമെന്നും പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, കുവൈത്ത് സായുധ സേനയെ പരിഹസിക്കുകയും പ്രതിരോധ സംവിധാനത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നതാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളും വീഡിയോകളും പങ്കുവെക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ഗാർഡും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണയായി തോന്നുന്ന ചിത്രങ്ങൾ പോലും ശത്രുസേനകൾക്ക് വിലപ്പെട്ട വിവരങ്ങളാകുവാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ടതാണ്. മേഖലയിലെ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ സന്ദർശന വിസയിലുള്ളവർക്കും 1 മാസത്തേക്ക് കൂടി കാലാവധി നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം വൈകിട്ടോടെയാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ കുവൈത്തിന് പുറത്ത് താമസക്കാർക്കും 3 മാസത്തേക്ക് കൂടി പുറത്ത് തുടരുവാനും അനുമതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധമായ ഫീസുകളിലും പേകളിലും പൂർണ്ണ ഇളവ് നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഇതോടൊപ്പം വ്യക്തമാക്കി. സൈഫു, സലീം കോട്ടയിലാണ് കുവൈത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.